ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ്. തൃശ്ശൂർ ജില്ലയിലാണ് വീട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ചാനൽ പച്ചമീൻ വ്ളോഗ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്. ചെറിയൊരു ചാനലാണ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ചാനൽ തുടങ്ങി ഒരു 500 താഴെ സബ്ബായിട്ടുള്ളൂ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചാനൽ തുടങ്ങി അതിന് ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ അത് എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ പാട്ടിന് ഇങ്ങനെ പോകണം, ഇതായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ടൈം പാസിന് തന്നെ തുടങ്ങിയതാണ്. കാരണം ഇപ്പോൾ ഇത് മുന്നിപ്പോൾ വരുമാനം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വലിയൊരു ചാനലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല തുടങ്ങിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇതിൽ തുടങ്ങിയതുകൊണ്ട് കിട്ടിയ ഒരു ഉപകാരം എന്താ വെച്ചാൽ, ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി ഇതിന്. കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മളെ മലയാളികളെ തന്നെ ഗൾഫിലുള്ളവരായാലും മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടതിൽ അത് എന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മളൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നമുക്ക് കൂടുതൽ ഫ്രണ്ട്സുകളായിട്ട് ഒരു മെസ്സേജായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന വീഡിയോക്കോ അല്ലെങ്കിൽ ഷോർട്സിനൊക്കെ കമൻറ്റുകളായിട്ടും ലൈവിൽ വന്നിട്ടും ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ട് തരുന്നവരുണ്ട്. പിന്നെ കളിയാക്കുന്നവർ ഒരുപാടുണ്ട്. കളിയാക്കുന്നവർ കളിയായിക്കോട്ടെ, എനിക്ക് അവരോട് പറയട്ടെ, നിങ്ങൾ കളിയായിക്കോ, കുഴപ്പമൊന്നുമില്ല. കളിയാക്കുന്നവർ അവരവരെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എത്രത്തോളം കളിയാക്കോ അത്രത്തോളം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് എന്താ പറയുക, ഷോർട്സ് ആയാലും വീഡിയോ ഒക്കെ ആയാലും ചെയ്തുകൊണ്ടേയിരിക്കും. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. പിന്നെ ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. ബൈക്കിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി രാവിലെ പുലർച്ചെ പോയി മീനെടുത്ത് ബൈക്കിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് ജോലി. ചെറിയൊരു കച്ചവടമാണ്, ചെറിയ കുടുംബമാണ്. എന്താ പറയുക, വീട്ടിൽ 2 കുട്ടികളും ഭാര്യയും, അങ്ങനെ ചെറിയൊരു കുടുംബം തന്നെ ഉള്ളൂ. പിന്നെന്താ വേറെ, ഇതൊക്കെ പറയാനുള്ളൂ. പിന്നെ ഒരുപാട് പേര്, ചിലവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ കളിയാക്കുന്നവരുണ്ട്. പക്ഷെ അവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കുറ്റം പറയുമെങ്കിലും കൂടി, നമ്മളെ മൊത്തം കുറ്റം പറയുമെങ്കിലും കൂടിയിട്ട് അവർ ഒരുപാട് നമുക്ക് എല്ലാ ഷോർട്സിലും വന്ന് കമൻറ്റ് ഇട്ടിട്ടും അത് കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും ഒക്കെ നല്ല കമൻറ്റുകളായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ കുറ്റം പറയും, അല്ലെങ്കിൽ കളിയാക്കും. പക്ഷെ അവർ കുറ്റം പറഞ്ഞാലും അവരെല്ലാ സപ്പോർട്ടൊന്നും നമ്മളെ എല്ലാ ഷോർട്സിലും വന്ന് കമൻറ്റൊക്കെ ഇടുന്ന കുറേ പേരുണ്ട്. പിന്നെ ചിലവരുണ്ട്, ഇപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരിച്ചിട്ട് നല്ലൊരു അടിപൊളിയാണ്, ചാനൽ ഉഷാറാവട്ടെ, അങ്ങനെയാണൊക്കെ പറയും. ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ നമ്മളോട് പോകുന്നത് നമ്മളെ കുറ്റം പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കളിയാക്കുന്നവരോടെ കളിയായിക്കോട്ടെ, നമുക്കിപ്പോൾ എന്താ കളിയാക്കുന്നതുകൊണ്ട്. ഞാനപ്പോൾ എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ മൂത്താൾക്ക് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ ഞാൻ മൂത്ത മോനോട് ചോദിച്ചു, നമ്മളെ പ്രായമൊക്കെ നമ്മളൊക്കെ ജീവിതകാലം കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞ് 42ാമത്തെ വയസ്സാണ്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ആരും കളിയാക്കിയാലും എന്താ, കളിയാക്കിയില്ലെങ്കിൽ എന്താ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു കേട്ടോ, മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിങ്ങനെ ചാനൽ ഇതിൽ ഷോർട്സ് ഇടുന്നുണ്ടോ, അവർ വീഡിയോ ചെയ്യുന്നുണ്ടോ, ലൈവ് ചെയ്യുന്നുണ്ടോ, അതിന് കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, കളിയാക്കുന്നവരെ കളിയായിക്കോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന്. പിന്നെ ഇപ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ളത്, അവരാണ് പുറത്തിറങ്ങി മറ്റുള്ള അവരെ പ്രായമാണ് ഇപ്പോൾ, അവരെ കാലഘട്ടമാണ്. അപ്പോൾ ന്യൂ ജനറേഷനല്ലേ വേണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. ചെറിയൊരു നിലക്ക് ഇങ്ങനെ ചെറിയൊരു ചാനൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഞാനൊരു വരുമാനം കിട്ടും എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വരുമാനം മാത്രം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി, ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പലരും ഫോൺ നമ്പർ കൊടുത്ത് വിളിക്കുന്നവരുണ്ട്, വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്. പിന്നെ മെസ്സേജുകളായിട്ട് അയച്ചിട്ടും ഒക്കെ വരുന്നവരുണ്ട്. നമ്മൾ അവരെ ലെവലിൽ പോയിട്ടും അവർ നമ്മുടെ ലെവലിൽ വന്നിട്ടും കമൻറ്റ് വഴിയും, പിന്നെ നമ്മളിടുന്ന ഷോർട്സിന് കമൻ്റായിട്ട് വന്നിട്ടും എന്താ പറയുക, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നേറെ പറഞ്ഞ ചാനലില്ലാതെ വെറും ID മാത്രമായിട്ട് പോലും നമ്മുടെ എല്ലാ ഷോർട്സും കണ്ട് അതിന് കമൻറ്റ് ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ചാനലിലുള്ളവർ നമ്മൾ ഷോർട്സ് വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അവരുടെ ചാനലിലും പോയിട്ട് അതുപോലെ ചെയ്യണം. അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ചാനൽ പോലും ഇല്ലാതെ വെറും ID മാത്രമായിട്ട് പോലും നമ്മുടെ എല്ലാ ഷോർട്സും വന്ന് കണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട്
എല്ലാ ഷോർട്സിനും കമൻറ്റ് ഇട്ടിട്ട് പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയണം. കാരണം അവർ ചെയ്യുന്നത് അവർ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അവരെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ട് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. അവർക്ക് ചാനലില്ല, നമ്മൾ തിരിച്ചൊരു എന്താ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഒന്നും അവർക്ക് ആവശ്യമില്ല, ലൈക്കൊന്നും ആവശ്യമില്ല. എന്നിട്ട് പോലും അവർ വന്നിട്ട് നമുക്ക് ഇതിലൊക്കെ വന്ന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം അവർക്കാണ് നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്. അപ്പോൾ ആരും പേരെടുത്തൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഒന്ന് പലരും ചോദിക്കുന്നു വീടും പേര് ചോദിക്കാറുണ്ട്, വീട് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല. അപ്പോൾ അതറിയാത്തവർക്ക് കൂടി അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേറ്റുവരാണ് എൻ്റെ വീട്. അങ്ങനെ പേര് മുഹമ്മദ് എന്നാണ്, മീൻ കച്ചവടമാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതൊക്കെ പറയാം. പിന്നെ വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. നല്ലത് വരട്ടെ. ഓക്കെ.